വാർത്തകളിലേക്ക് വിശദമായി പോകാം. ഇന്നലെ മാനന്തവാടിയിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂർ കാട്ടിൽ വിട്ട തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു. ആന ചെരിയാനുണ്ടായ കാരണം വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. 17.5 മണിക്കൂർ നീണ്ട ദൌത്യത്തിനു ശേഷമാണ് ഇന്നലെ തണ്ണീർക്കൊമ്പനെ പിടികൂടിയത്. എലിഫന്റ് ആംബുലൻസിൽ രാമപുരയിലെത്തിച്ച ശേഷം ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. വെറ്റിനറി ടീം പറയുന്നതനുസരിച്ച് മയക്കുവെടിയേറ്റാലുള്ള പതിവ് ക്ഷീണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആന തീറ്റയെടുത്തിരുന്നില്ല, വെള്ളവും കുടിച്ചിട്ടില്ല. നിർജ്ജലീകരണം ആനയുടെ സ്ഥിതി മോശമാകാൻ കാരണമായിട്ടുണ്ടാകാമെന്ന് വിദഗ്ധർ പറയുന്നു. മാനന്തവാടിയിലെത്തിയ ആന ഇന്നലെ രാവിലെയാണ് പുഴയിലിറങ്ങിയത്. അതിനുശേഷം ആന ജലസ്രോതസ്സുകൾ ഇല്ലാത്ത സ്ഥലത്താണ് തുടർന്നത്. 15 മണിക്കൂറോളമാണ് മതിയായ വെള്ളം കിട്ടാതെ ആന നിന്നത്. മയക്കുവെടി കൊണ്ടാൽ കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോലൈറ്റ് അളവ് കുറയാമെന്നും ഇത് ഹൃദയാഘാതം ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് വന്യജീവി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് മാനന്തവാടി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള കണിയാരത്തും പായോടും ഒറ്റയാന എത്തിയത്. എന്നാൽ ആന പ്രകോപനം സൃഷ്ടിക്കുകയോ നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്തിരുന്നില്ല. ജനങ്ങൾ ആശങ്കയിലായതോടെ ആനയെ പടക്കം പൊട്ടിച്ചും മറ്റും വനമേഖലയിലേക്ക് തിരികെ അയക്കാൻ പോലീസും വനവകുപ്പും ചേർന്ന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്നാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.